ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അരുവിക്കര മണ്ഡലത്തിൽ മത്സരിക്കാൻ നേതൃത്വത്തെ താൽപര്യമറിയിച്ച് എം ഹസൻ. വർഷങ്ങളോളം കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണയാണ് കൈവിട്ടത്. തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ UDF മുന്നേറ്റമുണ്ടാക്കുമെന്നും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും എം ഹസൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് പാർട്ടി ആലോചിക്കുമല്ലോ. ആലോചിക്കുമ്പോൾ നമ്മളപ്പോൾ പറയുമല്ലോ മറുപടി. ഞങ്ങളെല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്തുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങളൊക്കെ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. ഇനി പാർട്ടി മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന് കഷ്ടിച്ച് ഒരു രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിലല്ലേ ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ തവണ ഒരു MLA മാത്രം ഉണ്ടായിരുന്ന മണ്ഡലം ഇത്തവണ അതിന് വലിയ മാറ്റം വരും. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. അങ്ങനെ എം ഹസൻ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അരുവിക്കരയിൽ ഇറങ്ങി ഒരു കൈ നോക്കാം എന്നുള്ളതാണ്. ഏറെക്കാലമായി എം ഹസൻ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ട് അല്ലേ. അപ്പോൾ വീണ്ടും മത്സരരംഗത്തേക്ക് പഴയ പടക്കുതിര ഇറങ്ങുമോ എന്നുള്ളതാണ്. പക്ഷേ അരുവിക്കരയിൽ ഇത്തവണ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം UDFനുണ്ട്. എന്താണ് എം ഹസൻ്റെ കണക്കുകൂട്ടൽ? കിട്ടുമെന്നോ, കിട്ടാൻ വേണ്ടിയിട്ടൊരാഗ്രഹം പ്രകടിപ്പിച്ചതോ? ഏതായാലും ചടയമംഗലത്താണ് ഇതിനു മുൻപ് എം ഹസൻ മത്സരിച്ച് പരാജയപ്പെട്ടത് മുല്ലക്കര രത്നാകരനോട്. ഇനിയിപ്പോൾ അരുവിക്കരയിൽ ഒരു അംഗത്തിനുള്ള യൗവനം കൂടി ഉണ്ട് എന്ന് തന്നെയാണ് നേതൃത്വത്തെ എം ഹസൻ അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുവിക്കര മണ്ഡലം ഇപ്പോൾ സ്റ്റീഫനാണ്. LDF കഴിഞ്ഞ തവണ ശബരിനാഥനിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ്. ഒരു തവണ മാത്രമേ ഈ അടുത്ത കാലത്ത് ജയിച്ചിട്ടുള്ളൂ LDF എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് ഈ പ്രതികരണത്തിൻ്റെ അവസാന ഭാഗത്ത്. മാത്രമല്ല, വർഷങ്ങളോളം കാർത്തികേയൻ, പിന്നീട് കാർത്തികേയൻ്റെ മകൻ ഒക്കെ കയ്യിൽ വെച്ചിരുന്ന മണ്ഡലമാണ്. ഏതായാലും ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനാകും താൻ വന്നാൽ എന്ന കാര്യമാണ് ഇപ്പോൾ എം ഹസൻ വ്യക്തമാക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന കാര്യം പരസ്യമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പല നേതാക്കളും പാലോട് രവി വാമനാപുരം നോക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. അതിനൊപ്പം തന്നെ ശക്തൻ പല മണ്ഡലങ്ങളും നോക്കുന്നു എന്ന പ്രചരണം ശക്തമാണ്. അതിനിടെയാണ് മുതിർന്ന നേതാവ് KPCC പ്രസിഡന്റായിരുന്ന ആൾ UDF കൺവീനറായിരുന്ന എം ഹസൻ അരുവിക്കര മണ്ഡലത്തിൽ ശ്രദ്ധയൂന്നുന്നത്. പല പരിപാടികളിലും അവിടെ പങ്കെടുക്കുന്നു, നേതാക്കളുമായി സമ്പർക്കം പുലർത്തുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും എം ഹസൻ അരുവിക്കര നോക്കുന്നു, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നു. അരുൺ, താങ്ക് യു ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അരുവിക്കര ഇത്തവണ എം ഹസന് വഴങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനാദ്യം പാർട്ടി വഴങ്ങണം. പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എം ഹസൻ സ്ഥാനാർത്ഥിയായി വരും. കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് തീപാറുന്ന മത്സരമായിരിക്കും കേട്ടോ. കേരളത്തിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലുള്ളത് പഴയ പടക്കുതിരകളെയൊക്കെ പടക്കളത്തിലിറക്കാൻ CPM തീരുമാനിക്കുന്നുണ്ട്, കോൺഗ്രസും തീരുമാനിക്കുന്നുണ്ട്. അതേസമയം ചെറുപ്പക്കാരുടെ ഒരു നിരയും മത്സരിക്കാൻ ഇങ്ങനെ തയ്യാറായിട്ടിരിപ്പുണ്ട്. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്.